നമ്മുടെ FBA സീരീസിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ GSTയിലേക്ക് അഡീഷണൽ ബിസിനസ് പ്ലേസ് ആഡ് ചെയ്തു. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ FBA രജിസ്ട്രേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ റിലീസ് ചെയ്യുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. കാരണം ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഈ വീഡിയോ നമ്മളിപ്പോൾ 3 പ്രാവശ്യം ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് ഒരു സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായി, രണ്ടാമത്തേൽ സ്ക്രീൻ റെക്കോർഡിൻ്റെ പ്രശ്നം ഉണ്ടായി. ഇങ്ങനെ മാറ്റി മാറ്റി ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പുതിയ വീഡിയോ എഡിറ്ററൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മിശാൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നമുക്ക് പ്രോപ്പറായിട്ട് വരുമെന്ന് വിചാരിക്കാം, അല്ലേ മിശാലെ? ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് FBA രജിസ്ട്രേഷനെ കുറിച്ചാണ്. അപ്പോൾ FBA രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്തു, FBA ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് അവരുടെ ടാക്സും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ അഡീഷണൽ ബിസിനസ് പ്ലേസ് ആഡ് ചെയ്തു. ഇനി ഈ വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ FBAയിലേക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഫ്ലക്സിൻ്റെ ചാർജുകൾ ചില സമയത്ത് നമ്മൾ FBA സ്റ്റാൻഡേർഡ് വെബ്സൈറ്റിൽ ഒരു എമൗണ്ട് ഉണ്ടാവും, ചില സമയത്ത് ചില ഫ്ലക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയേഷൻ വരാറുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഉറപ്പിച്ച് അവരുടെ പാക്കിങ് ഷിപ്പിംഗ് എല്ലാത്തിനും കൂടെ എത്ര രൂപയാണ് ചാർജ് വരുന്നത്, അത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കറക്റ്റ് സൈസും വെയിറ്റും പറഞ്ഞു കൊടുക്കുക. അതിനനുസരിച്ച് എത്ര രൂപ ചാർജ് വരും എന്നുള്ളത് കോസ്റ്റ് കാൽക്കുലേഷൻ ക്ലിയർ ആയിട്ട് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ കോസ്റ്റ് കാൽക്കുലേഷൻ നമ്മൾ FBA വെബ്സൈറ്റിലുള്ള പോലെ ചെയ്തതിന് ശേഷം അവരുടെ അതിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോഫിറ്റ് ലോസ് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ കോസ്റ്റ് കറക്റ്റായിട്ട് അവരോട് ചോദിക്കുക, ചോദിച്ച് മനസ്സിലാക്കി അത് ക്ലിയർ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ കോസ്റ്റ് കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം പ്രൈസ് ഫിക്സ് ചെയ്യുക. ആമസോൺ ഫ്ലക്സി രജിസ്ട്രേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഈ ഒരു ലാൻഡിംഗ് പേജിലാണ്, മൾട്ടി സെല്ലർ ഫ്ലക്സിന്റെ ലാൻഡിംഗ് പേജിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലക്സിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടി സെല്ലർ ഫ്ലക്സിന്റെ ബെനിഫിറ്റുകളുണ്ട്. ആദ്യം എന്ത് ചെയ്യണം, ഒന്നാമത്തത് പ്രൈം ബേർഡ്സ് ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണെങ്കിലും അത് FBAയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ, ആമസോൺ ഫ്ലക്സിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പ്രൈം ബേർഡ്സ് നമുക്ക് എന്ത് ചെയ്യും, അതിന് കിട്ടുമെന്നുള്ളതാണ്. രണ്ടാമത്തെ നമുക്ക് നോർമലി അറിയാം എന്താണെന്ന് വെച്ചാൽ ബൈ ബോക്സ് ആണ്. ബൈ ബോക്സ് FBA ഫ്ലക്സിലേക്ക് പോകുന്ന പ്രൊഡക്റ്റ് ആണ്. ബൈ ബോക്സ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉണ്ടാവും. ബൈ ബോക്സിനെ കുറിച്ച് നമ്മൾ വെറി ചെയ്യേണ്ട. എന്താണ് ഫ്ലക്സി FBA, ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറയുന്ന വീഡിയോ നമ്മൾ ഈ ഒരു സീരീസിന്റെ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇൻട്രോ വീഡിയോ കണ്ടുവരിക. രണ്ടാമത്തെ കാര്യം ക്ലോസർ ടു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൊക്കേഷന്റെ ഏറ്റവും അടുത്ത്, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമുക്ക് കോഴിക്കോട് ജില്ലയിലാണ്, കോഴിക്കോട് ജില്ലയിൽ ഫ്ലക്സ് ഉണ്ട്. കൊച്ചിയിലാണ്, കൊച്ചിയിൽ ഫ്ലക്സ് ഉണ്ട്. ട്രിവാൻഡ്രാണ്, ട്രിവാൻഡ്രം ഫ്ലക്സ് ഉണ്ട്. എവിടെയാണോ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള അവിടത്തേക്ക് നമ്മൾ അവിടുത്തെ ഫ്ലക്സിലേക്ക് നമുക്ക് അയക്കാൻ പറ്റും. നമ്മൾ അടുത്തുള്ള ഗോഡൌൺ സ്പേസിലേക്ക് നമുക്ക് പ്രൊഡക്റ്റുകൾ അയക്കാൻ പറ്റും എന്നുള്ളതാണ് ഫ്ലക്സിന്റെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് കൺവീനിയൻസ് ആണ്. കൺവീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ബിസിനസ് നോർമലി FBA ബെനിഫിറ്റ് ആകുക, ഇപ്പോൾ ഒരു ജോബ് ചെയ്യാണ്, അതിന്റെ പാർട്ട് ടൈം ആയിട്ട് ആമസോൺ ചെയ്യാണ്, അല്ലെങ്കിൽ വീട്ടമ്മമാരാണ്, അപ്പോൾ അവർ ചെയ്യാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് അത് പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അത് ഷിപ്പ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ FBAയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവർ ചെയ്തോളൂ, നമ്മൾ ജസ്റ്റ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതിയാവും. അതായത് ഒരു ദിവസം 1-2 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ്, നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഒരു കൺവീനിയൻസ് ആണ് ആമസോൺ ഫ്ലക്സിന്റെ അടുത്തൊരു ബെനിഫിറ്റ് ആയിട്ട് അവർ പറയുന്നത്. അപ്പൊ ഇവിടെ ഇതിൽ തന്നെ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ആമസോൺ ഫ്ലക്സ് വർക്ക് ചെയ്യുന്നത് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലക്സിലേക്ക് രജിസ്റ്റർ ചെയ്യണം. രണ്ടാമത്തെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലക്സിന്റെ ഓപ്പറേറ്ററായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതിന്റെ അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യണം. മൂന്നാമത്തെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ GSTയിലേക്ക് നമ്മുടെ ഫ്ലക്സിനെ ആഡ് ചെയ്യണം. നമ്മൾ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് GSTയിലേക്ക് ആദ്യം ആഡ് ചെയ്യുന്നതും ഫസ്റ്റ് രജിസ്ട്രേഷൻ രണ്ടാമതായിട്ടാണ് ചെയ്തത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കൺവീനിയന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തെ കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് എന്ത് ചെയ്യും, അത് പിക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഡെലിവറി ചെയ്തോളും എന്നുള്ള ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ കണ്ടിന്യൂ MSF രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ MSF രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തു. നമുക്ക് സ്റ്റേറ്റ് ഇവിടെ കേരളം ചൂസ് ചെയ്യാം, കാരണം നമ്മൾ ഇത് കേരളത്തിലാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ MSF രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മളിവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂ രജിസ്ട്രേഷൻ കൊടുക്കാം. കണ്ടിന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജിലേക്കാണ് വരുന്നത്. FCയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആമസോൺ FC, അതായത് ഫുൾഫിൽമെന്റ് സെന്റർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കേരളത്തിൽ ഏകദേശം 5 സ്ഥലങ്ങളിൽ MSF ഗോഡൌണുകൾ ഉണ്ട്. ഒന്ന് ആദ്യത്തെ കാണിച്ചിരുന്നത് കൊച്ചിയിലാണ്, രണ്ടാമത്തെ ട്രിവാൻഡ്രം, മൂന്നാമത്തെ ഉള്ളത് കോട്ടയത്തെയാണ്, നാലാമത്തെ തൃശ്ശൂർ, അഞ്ചാമത്തെ കോഴിക്കോട്. അപ്പൊ ഇങ്ങനെ 5 സ്ഥലങ്ങളിൽ കേരളത്തിൽ ഇപ്പൊ തന്നെ ഫ്ലക്സ് അവൈലബിൾ ആണ്. അപ്പൊ അത് 5 നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും അടുത്തുള്ളത്, ഏതാണോ കൺവീനിയന്റ് ആയിട്ടുള്ള അത് ചൂസ് ചെയ്യാം. നമ്മളിപ്പോ കോഴിക്കോട് ചൂസ് ചെയ്യാണ്. കോഴിക്കോട് ചൂസ് ചെയ്തതിന് ശേഷം അവിടെ കണ്ടിന്യൂ കൊടുക്കണം. ഇവിടെ ഒരു അഗ്രിമെന്റ് ടിക്ക് ഉണ്ട്, ഇവിടെ ആ ടിക്ക് മാർക്ക് ഒന്ന് ചെയ്യണം. ഇവിടെയുള്ള ഈ അഗ്രിമെന്റ് ഒരു ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത അതായത് ചൂസ് FC കഴിഞ്ഞിട്ട് ബിസിനസ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പോകും.
ബിസിനസ് ഡീറ്റെയിൽസിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ആമസോണിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സ്റ്റേറ്റും അതുപോലെ തന്നെ കൺട്രിയും എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കണം. അപ്പൊ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു എറർ വരുന്നുണ്ട്. അതായത് ടു രജിസ്റ്റർ ഫോർ MSF യു നീഡഡ് ടു സൈൻ ആൻ അഗ്രിമെന്റ് വിത്ത് MSF ഓപ്പറേറ്റർ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. MSF ആയിട്ട് കണക്ട് ചെയ്ത് അവരുമായിട്ടുള്ള BSA അഗ്രിമെന്റും അതുപോലെ തന്നെ നമ്മുടെ NOCയും അവർക്ക് കൊടുത്ത് സൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, സൈൻ ചെയ്ത് അവരെ ഏൽപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ഇനാബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ MSFന്റെ പാനലിൽ നിന്ന്, അതായത് MSFന്റെ ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ ഫ്ലെക്സ് ഏതാണോ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കാരണം അവർ അവിടെ നിന്ന് അപ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക, കണ്ടിന്യൂ ബട്ടൺ ഇനാബിൾ ആവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കണ്ടിന്യൂ ബട്ടൺ ഇവിടെ ഇനാബിൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ ഫ്ലെക്സിൽ വിളിച്ചിട്ട് നിങ്ങൾ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്ന് അപ്രൂവ് ചെയ്യാൻ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുകയാണ്. അടുത്ത നമുക്ക് വരുന്നത് രജിസ്റ്റർ FCs ആണ്. അതായത് നമ്മൾ GSTയിലേക്ക് ഫുൾഫിൽമെന്റ് സെന്റർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് അപ്ലൈ വിയ സർട്ടിഫൈഡ് പ്രൊവൈഡർ, ആമസോണിന്റെ തന്നെ സർവീസ് പ്രൊവൈഡറുകൾ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യും. ഇവിടെ 590 രൂപയാണ് GSTയിലേക്ക് അഡീഷണൽ പ്ലേസ് ആഡ് ചെയ്യാനുള്ള ചാർജ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു എമൗണ്ട് ഒഴിവാക്കാം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞൊരു പാർട്ടിൽ എങ്ങനെയാണ് GSTയിലേക്ക് അഡീഷണൽ പ്ലേസ് ആഡ് ചെയ്യാന്നുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് ചൂസ് ചെയ്യണമെന്നില്ല. അതിനാണ് ഞാൻ എന്ത് ചെയ്തത്, GSTയുടെ വീഡിയോ മുന്നേ തന്നെ ചെയ്തത്. അത് നമുക്കിവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് രജിസ്ട്രേഷൻ ഓൺ GST പോർട്ടൽ എന്ന് കൊടുക്കാം. അതായത് ഫ്രീ എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും awaiting for MSF ഓപ്പറേറ്റർ വെരിഫിക്കേഷൻ. അതായത് ഈ ഒരു ഭാഗം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ ഫ്ലെക്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ awaiting for MSF ഓപ്പറേറ്റർ വെരിഫിക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ബിസിനസ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത് അവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പാനലിലേക്ക് റിക്വസ്റ്റ് പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ വിളിച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അത് അപ്രൂവ് ചെയ്ത് തരും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇനേബിൾ ആവും, ബട്ടൺ ഇനേബിൾ ആവും. അപ്പൊ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് അപ്ലോഡ് ഡോക്യുമെന്റ്സ് ആണ്. അപ്ലോഡ് ഡോക്യുമെന്റ്സിൽ ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചറും അതുപോലെ പ്രൊഡക്റ്റ് ടാക്സ് കോഡും ആണ് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ ഓൾറെഡി FBA ആയിട്ട് കണക്ട് ചെയ്ത് ഫ്ലെക്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും പ്രൊഡക്റ്റ് ടാക്സ് കോഡും ഡിജിറ്റൽ സിഗ്നേച്ചറും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു വൈറ്റ് പേപ്പർ സൈൻ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ സിഗ്നേച്ചർ സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ടാക്സ് കോഡ് സ്റ്റാൻഡേർഡ് ആണ്, ഏജന്റ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാം, ചൂസ് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൺഗ്രാജുലേഷൻ ഓൺ കംപ്ലീറ്റിംഗ് MSF രജിസ്ട്രേഷൻ എന്നുള്ളത്. ഇത്രയാണ് നമുക്ക് ഫ്ലക്സ് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രോസസ്സ്. അപ്പൊ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാനലിലുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പാനലിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിനെ കുറിച്ചൊന്നും FBA സീരീസിൽ നമ്മൾ പറയുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ $1 million ആമസോൺ ചലഞ്ചിൽ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇതിലാകെ നമ്മൾ പറയണത് ജസ്റ്റ് FBAയിലേക്ക് രജിസ്ട്രേഷൻ മാത്രമാണ്. അപ്പോൾ പ്രൊഡക്റ്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അടുത്ത പാർട്ടിൽ നമുക്ക് പറയാനുള്ളത് ആ ലിസ്റ്റ് ചെയ്ത് വെച്ച പ്രൊഡക്റ്റ് FBAയിലേക്ക് അയക്കുക, FBAയിലേക്ക് മാറ്റുക, എന്നിട്ട് അത് FBAയിലേക്ക് ഷിപ്പിംഗ് ചെയ്യുക എന്നുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ FBAയിലേക്ക് ഷിപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് FBAയിലേക്ക് മാറ്റുന്ന കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഈ FBA രജിസ്ട്രേഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ശേഷം ഒരു 1 hour നമ്മുടെ സ്റ്റാർഗ്രാം ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാം.